الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. وقال النبي صلى الله عليه وسلم: القبر أول منزل من منازل الآخرة وآخر منزل من منازل الدنيا. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرام. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم على حبيبك خير الخلق كلهم. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. സമ്പാദ്യ മുതലിൽ നിന്നു മൂന്നക്ക് ഫാന, അത് മാത്രമല്ലതിലെപ്പോഴും വഹ്ദാന. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്.
ഉമ്മത്ത് സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ മഹത്തായ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മഹല്ലിന്റെ പ്രസിഡന്റ് കെ എം അബ്ദുസലാം ഹാജി, മഹല്ലിന്റെ ജനറൽ സെക്രട്ടറി കാവണ്ണയിൽ മൊയ്തു എന്ന വാപ്പുക്ക, അബു മുസ്ലിയാർ, നമ്മുടെ മഹല്ലിന്റെ കാരണവർ മുഹമ്മദ് അലിക്ക, ഹമീദ് ക, കുഞ്ഞാലൻകുട്ടിക്ക, നാണിക്കാക്കു തുടങ്ങി വേദിയിലും സദസ്സിലുമൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ബദരിയ ദർസിന്റെ 14ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന ത്രിദിന പരിപാടിയുടെ 3ാം ദിനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി മതപ്രഭാഷണത്തിൽ, കുട്ടികളുടെ കലാപരിപാടികളിലൊക്കെ ഒതുങ്ങിയപ്പോൾ 3ാമത്തെ ദിവസമാകുന്ന ഇന്ന് നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മജ്ലിസുൻ നൂറിന്റെയും ആ ആത്മീയമായ സദസ്സിൽ നടക്കുന്ന മഹാനായ സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊടക്കാട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മഹത്തായ ദുആ സദസ്സിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്നലെയും മെനിഞ്ഞാന്നുമായി ഒരുപാട് പേർ നമുക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവർക്കെല്ലാം ഇന്ന് നമ്മൾ പ്രത്യേകമായി ദുആ ചെയ്യുന്നതാണ് എന്ന് ആമുഖമായി അറിയിക്കുകയാണ്. മണ്ണറയിലെ മണവാളൻ എന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്താൻ ഇരിക്കുന്ന വിശ്വാസി മനസ്സിനെ ആത്മീയാനുഭൂതിയുടെ അസന്നിഗ്ധമായ, നിഷേധിക്കാൻ പറ്റാത്ത ഒരു ലോകത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ലോകം. ഈ ഭൂമിയിൽ ഒരു 6 അടി മണ്ണിന്റെ ഗേഹം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സംവിധാനിക്കപ്പെടും. ആ സംവിധാനിക്കപ്പെടുന്ന ലോകത്തേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ അവിടെ നമ്മൾ അനുഭവിക്കുന്ന ലോകത്തിന്റെ പ്രവിശാലമായ ചർച്ചകളുടെ ഏടുകളിൽ നിന്ന് ഏതാനും വരികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തെ കിറാമിനെ പഠിപ്പിക്കുകയാ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് ഞങ്ങളെ പഠിപ്പിക്കും പോലെ അല്ലാഹുവിന്റെ കലാമായ 114 അധ്യായങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് എത്ര ഗൗരവത്തിലാണ് ഞങ്ങളെ പഠിപ്പിക്കാറുള്ളത്. അതിന്റെ തജ്വീദ് നിർബന്ധമാ, പാരായണ നിയമശാസ്ത്രം അനിവാര്യമാ, അക്ഷരത്തെറ്റില്ലാതെ ഓതേണ്ടതാ, പ്രതിഫലത്തിന് അത് കാരണമാ, അല്ലെങ്കിൽ അത് വിനവരുത്തി വെക്കുന്നതാ. അത്ര മഹത്തായ പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുണ്ടല്ലോ. ആ സൂറത്ത് ഞങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്ന ഗൗരവത്തോടെ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ ഒരു ദുആ ഏതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു പോയ ദുആ, വിട്ടുപോകാതെ മറന്നു പോകാതെ ജീവിതത്തിൽ എന്നും നമ്മൾ കൊണ്ടു നടക്കേണ്ടുന്ന ദുആ. 5 വഖ്ത് നിസ്കാരത്തിൽ നമ്മൾ നിത്യമായി ദുആ ചെയ്യണേ എന്ന് പ്രത്യേകം ഗൗരവത്തോടെ പറയപ്പെട്ട ദുആ.
ആ ദുആഇന്റെ ഗൗരവത്തോടെയാണ് നമ്മുടെ സദസ്സിന്റെ സന്ദേശം നിങ്ങളിലേക്ക് ഞാൻ കൈമാറ്റം ചെയ്യുന്നത്. ആരംഭ റസൂൽ ദുആ ചെയ്യാൻ പറഞ്ഞ ദുആയാ اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഈ ദുആ നമ്മൾ കേട്ടുപരിചയമുണ്ടാവും. നമ്മൾ എല്ലാ വഖ്ത് നിസ്കാരത്തിലും അത്തഹിയ്യാത്ത് ഓതിയതിനു ശേഷം അവസാനമായി ദുആ ചെയ്യുന്നത് ഇതാണ്. ആ ദുആ ചെയ്യാതെ നമ്മൾ നിസ്കാരം അവസാനിപ്പിക്കാറില്ല. ആ ദുആ ചെയ്യാതെ നമ്മൾ ഒരു സുന്നത്ത് നിസ്കാരം പോലും അവസാനിപ്പിക്കരുത് എന്നാണ് അതിന്റെ പൂർണ്ണതയിലുള്ളത്. നിർബന്ധമായിട്ട് ദുആ ചെയ്യണമെന്നല്ല, നിസ്കാരം ശരിയാകാൻ ഈ ദുആ വേണമെന്നല്ല. അതേ സമയത്ത് അതിന്റെ പ്രധാനപ്പെട്ട സുന്നത്തായ ഒരു ദുആയായിട്ട് ഇത് ഏർപ്പാട് ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ, ഖബറിന്റെ അദാബിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വമിൻ അദാബിന്നാർ, നരകത്തിന്റെ അദാബിൽ നിന്നും കാവലിനെ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്, ഇത് രണ്ടിനും കാരണമാകുന്ന ഭൗതികമായ ജീവിതത്തിന്റെ ഫിത്നകൾ ഉണ്ടല്ലോ, മരിക്കുമ്പോൾ ഇബ്ലീസിന്റെ ഫിത്നയുണ്ടല്ലോ, അതിന്റെ എല്ലാ ഗൗരവത്തിൽ നിന്നും കാവലിനെ ചോദിക്കുന്നു. അവസാനം വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും കാവല് വേണം. ഇത് നിങ്ങൾ സദാസമയം ദുആ ചെയ്യണേ എന്ന് ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. ഈ കാപ്പിലെ മണ്ണറയിലെ മണവാളൻ എന്ന ബദരിയാ ദർസിന്റെ 3-ാം ദിവസത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്നിലേക്ക് ചെവികൾ തുറന്നു വെച്ചിരിക്കുന്ന നിങ്ങളും ഞാനും ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ ജീവിതത്തിൽ ഒരു അനർഘ നിമിഷത്തിൽ കടന്നു വരാനുള്ള കാപ്പുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, ഈ കാണുന്ന പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിന്റെ ഇരുളറയിലേക്ക് പോകുകയില്ല എന്ന് പറഞ്ഞ് സധൈര്യം നെഞ്ചു വിരിച്ച് ഈ നടുറോട്ടിലൂടെ നടക്കാൻ, ഈ അങ്ങാടി കവലകളിൽ ഇരിക്കാൻ, ഈ മണിമന്ദിരങ്ങളായ കോട്ടകൊത്തളങ്ങളെ പോലെ ആകാശഗംഗയിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഈ മണിമാളികകളെ പോലത്തെ വീടുകളുണ്ടല്ലോ, ആ കെട്ടിടങ്ങൾക്കുള്ളിൽ ബെഡ്റൂമിന്റെ എയർ കണ്ടീഷനിൽ കിടന്നുറങ്ങുമ്പോ ഈ കാണുന്ന പച്ചമണ്ണിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ നമ്മിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല, ഇല്ല, ഇല്ല. അതിന് വയസ്സിന്റെ കണക്കില്ല കേട്ടോ, അതിന് രാപ്പകലിന്റെ വ്യത്യാസമില്ല കേട്ടോ, അതിന് സൗകര്യത്തിന്റെ വ്യത്യാസമില്ല, അതിന് വിദ്യാഭ്യാസത്തിന്റെ വ്യത്യാസമില്ല, അതിന് ആകാര വൈശിഷ്ട്യത്തിന്റെ വ്യത്യാസമില്ല, അതിന് സാമ്പത്തിക സ്രോതസ്സിന്റെ കണക്കില്ല കേട്ടോ. എല്ലാ ശക്തികളെയും മറികടന്നുകൊണ്ട് നമ്മൾ എവിടെയാണോ നിശ്ചയിക്കപ്പെട്ട സമയമെത്തുന്നത് അവിടെ വെച്ച് അല്ലാഹു പിടിക്കുക തന്നെ ചെയ്യുന്നതാ. ഞാൻ എൻ്റെ വിഷയത്തിന്റെ പ്രാഥമിക ഭാഗം ഈ വിഷയത്തിൽ പെട്ടതല്ലാത്തത് കൊണ്ട് ഞാൻ കട്ട് ചെയ്യുകയാണ്. അതിനനുവദിക്കുന്ന ഒരു സമയവും എൻ്റെ മുന്നിലില്ല. ഇത് മണിക്കൂറുകൾ പറയാനുള്ള ഒരു ചാപ്റ്ററാണ്, ഒരു വിഷയമാണ്. അതുകൊണ്ട് മരിക്കുന്ന സമയമുണ്ടല്ലോ, ആത്മാവ് വിളിക്കപ്പെടുന്ന സമയമുണ്ടല്ലോ, അത് പ്രവിശാലമായ ഒരു അധ്യായമാണ്. അവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്തിന്റെ വില മനസ്സിലാക്കി ഞാൻ അവിടെ നിന്ന് ഒഴിയുകയാണ്. ഞാൻ നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത് അതിനുശേഷം നമ്മൾ ഖബറിലേക്ക് പോകുമ്പോൾ, ഖബറിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ആ സമയത്തുള്ളൊരു അവസ്ഥയെ കുറിച്ച് മാത്രം ഞാൻ ഹ്രസ്വമായി സൂചിപ്പിക്കുകയാണ്. റൂഹ് പിടിക്കുന്ന ഒരു സമയമുണ്ട്, നല്ല രീതിയിൽ പിടിക്കാനുള്ള കാരണങ്ങളുണ്ട്, അതെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ്. ഈ സമയത്തിന്റെ ചുരുങ്ങിയ സമയത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ അതിനോട് ഒഴിവ് പറയുകയാണ്. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണേ,
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവൻ, നമ്മുടെ ശരീരത്തിൽ തുടിക്കുന്ന ജീവനുണ്ടല്ലോ, ആ റൂഹ് എന്ന് പറയുന്നതിനെ പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മാലാഖമാർ അത് പിടിച്ചു കഴിയുമ്പോ അവിടെ മുതൽ അങ്ങോട്ടാ ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ മദീനയിലെ മക്ബറയിൽ ഒരു ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ഒരു അൻസാരിയായ മയ്യിത്തിനെ മറവ് ചെയ്തിട്ട് ആ ഖബറിന്റെ പരിസരത്ത് പ്രവാചകൻ ഇരിക്കുകയാണ്. പ്രവാചകന്റെ ചുറ്റും 4 ഭാഗവും സ്വഹാബത്തും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖബറിന്റെ അടുത്ത് മറമാടിയിട്ട് അവിടെ തന്നെ അങ്ങ് ഇരിക്കുമ്പോ ആ ഇരുത്തത്തെ പറ്റി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഇരുത്തം കണ്ടാൽ ആ ഖബറിന്റെ പരിസരത്തിരുന്നിട്ട് മൊബൈലിൽ മിസ് കോൾ നോക്കുകയല്ല, കോൾ ലിസ്റ്റ് പരിശോധിക്കുകയല്ല, വാട്സപ്പ് തുറക്കുകയല്ല, തന്റെ സഹോദരൻ ആറടി മണ്ണിലേക്ക് യാത്ര പോയിരിക്കുകയാണ്. അവന്റെ മേലെ മൂടുകല്ല് വെച്ചിരിക്കുകയാണ്. അതിന്റെ മുകളിൽ ചളിവാരി തേച്ചിരിക്കുകയാണ്. പൊടിമണ്ണ് വാരിയിട്ടിരിക്കുകയാണ്. ഇന്നലകളിൽ നമ്മുടെ കൂടെ നടന്നിരുന്നവനാ, നമ്മുടെ വീട്ടിൽ വസിച്ചവനാ. ആ ഖബറിനുള്ളിൽ എന്താണ് നടക്കുന്നത്? ആ ഖബറിനുള്ളിൽ എന്ത് സംഭവിക്കാനിരിക്കുന്നു? ഈ സൗന്ദര്യത്തോടു കൂടെ നടന്നിരുന്ന ഈ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് പച്ചമണ്ണിലാണ്. കവൾത്തടം നിലത്തേക്ക് ചേർത്തി വെച്ചിരിക്കുകയാണ്. കിവിലക്ക് തിരിച്ച് കടത്തിയിരിക്കുകയാണ്. കവള് പ്രത്യേകം കഫൻമുട മാറ്റുകയാണ്. മയ്യിത്തിനെ ഖബറിൽ വെക്കുമ്പോ ശരീരത്തിന് മുഴുവനും കഫൻമുട മാറ്റില്ല. പക്ഷേ പ്രത്യേകം ഈ വലത്തെ കവളുണ്ടല്ലോ, അവിടെ നിന്ന് കഫൻമുട പ്രത്യേകം മാറ്റൽ സുന്നത്താ. അത് മണ്ണിലോട് ചേർത്ത് വെക്കേണ്ടതാ. ഇത് നടന്ന ഈ സമയത്ത് സ്വഹാബത്ത് ഇങ്ങനെ ഖബറിങ്ങ ഇരിക്കുമ്പോൾ അവരുടെ ഇരുത്തത്തെ പറ്റി ഹദീസിൽ പറയുന്നുണ്ട്. അവരുടെ തലക്കുമേൽ പക്ഷികൾ പോലും വന്നിരിക്കാൻ സാധ്യമാകും വിധത്തിലാണ് അവരുടെ ഇരുത്തം. എപ്പോഴാണ് ഒരു പക്ഷി ഒരു സാധനത്തിന്മേൽ വന്നിരിക്കൽ? എപ്പോഴാണ് അത് ജീവനില്ലാത്തതാണെന്നും അത് പാറക്കല്ലാണെന്നും അത് മരക്കുറ്റിയാണെന്നും തോന്നുമ്പോഴാണ്. ഒരു ജീവനുള്ള പക്ഷി ഒരു സാധനത്തിന്റെ മുകളിൽ പോയിരിക്കല് നിർജീവമായ ഒരു വസ്തുവിന്റെ മുകളിലാണ്. മനുഷ്യന്റെ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുണ്ട്, ചലനങ്ങൾ ഉണ്ടെന്നറിയുമ്പോൾ ഒരു പക്ഷിയും വന്നിരിക്കാറില്ല. അപ്പോൾ എന്താണ് ഇതിന്റെ കാര്യം? അവരുടെ മനസ്സിൽ അതിന് മാത്രം ഗൗരവമാണ്, അതിന് മാത്രം ഭയമാണ്, അതിന് മാത്രം ചിന്തയാണ്, ആലോചനയാണ്. തന്റെ നേതാവ് വഹിയിന്റെ വെളിച്ചം കൊണ്ടെന്തോ പറയാൻ പോകുന്നുണ്ട്. അത് ഈ ഖബറിന്റെ അരികിൽ വെച്ച് പറയുമ്പോ അത് ഖബറിനെ കുറിച്ചായിരിക്കുമെന്ന ആലോചനയിൽ സ്വഹാബത്ത് നിശബ്ദമാ, സാഗൂതം ശ്രദ്ധിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഫയസ്അദൂന ബിഹാ ഫലാ യമറൂന ബിഹാ. ആ മനുഷ്യന്റെ റൂഹിനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ഖബറിലേക്ക് എത്തിക്കുന്നതിന്റെ മുമ്പായിട്ട് റൂഹ് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ റൂഹിനെ കൊണ്ട് ആകാശഗംഗയിലേക്ക് മുട്ടി നിൽക്കുന്ന മലക്കുകൾ മുകളിലേക്ക് ഉയരുകയാ. ആ റൂഹുമായി അങ്ങനെ ആകാശത്തേക്ക് പോകുമ്പോ ഖബറിന്റെ ഉള്ളിൽ എത്തിപ്പെട്ടിട്ടല്ല, അതിന്റെ മുമ്പുള്ള അവസ്ഥ പറയുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നു. ഒന്നാം ആകാശത്തിലേക്ക് എത്തുമ്പോൾ മരിച്ച സ്ഥലം മുതൽ ആകാശം വരെ മലക്കുകൾ മുട്ടി നിൽക്കുകയാണ്. നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ടത് കാണില്ലല്ലോ, നമ്മളത് അനുഭവിക്കുമ്പോഴല്ലേ അറിയുക. അനുഭവിച്ചവരുടെ വർത്തമാനം കേൾക്കാനും അല്ലാഹു സംവിധാനങ്ങൾ വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു. ഒന്നാം ആകാശത്തേക്ക് ചെല്ലുമ്പോ അവിടുത്തെ മലക്കിനോട് സമ്മതം ചോദിക്കുന്നു. അവിടുന്ന് രണ്ടാം ആകാശത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ അങ്ങനെ കയറി കയറി പോകുകയാ. പോകുന്ന സമയത്ത് അവനോട് ആകാശത്ത് നിന്ന് ചോദിക്കുമ്പോ ഭൂമിയിൽ അവനെ വിളിച്ചിരുന്ന നല്ല പേര് കൊണ്ട് അവർ പരിചയപ്പെടുത്തുകയാണ്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ പേര് കൊണ്ട് പരിചയപ്പെടുത്തുകയാ. അങ്ങനെ ആകാശത്തിലേക്ക് ഓരോ ആകാശത്തിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് കയറിപ്പോയി 7ാം ആകാശത്തിലേക്ക് എത്തുകയാ. അങ്ങനെ ആകാശഗംഗയിലേക്ക് കയറിപ്പോകുകയാണ് ആത്മാവ്. ആകാശത്തിലേക്ക് 7ാം ആകാശത്തേക്ക് എത്തുമ്പോ മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. ഇത് എന്തെങ്കിലും കെട്ടുകഥകൾ പറയുകയല്ല.
തന്റെ പച്ചയായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിന്റെ നിമിഷാർദ്ധത്തിൽ നമ്മൾ അനുഭവിക്കാൻ, നൊടിയുടെ സമയം കൊണ്ട് നമ്മൾ അനുഭവിക്കാൻ സാധ്യമാകുന്ന വർത്തമാനങ്ങളാ പറയുന്നത്. ഇത് എന്തെങ്കിലും തള്ളിപ്പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അല്ലാഹു ആ സമയം നമുക്ക് റാഹത്ത് നൽകട്ടെ. അല്ലാഹു നമുക്ക് റാഹത്ത് നൽകട്ടെ. അതിന് ഈ സദസ്സ് നമുക്ക് കാരണമാക്കട്ടെ. അല്ലാഹു ഇത്തരം വിജയിച്ചു കയറിപ്പോയ ആത്മാക്കളിൽ നമ്മളെ കൂട്ടട്ടെ. ഏഴാനാകാശത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, ഫയഖൂലുല്ലാഹു അസ്സ വജൽ ഉക്തുബു കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ. എന്റെ അടിമയുടെ പേര്, എന്റെ അടിമയുടെ വിവരണം ഇല്ലീനിൽ എഴുതി വെക്കൂ മലായികത്തെ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറയുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ. ഇല്ലിയീൻ എന്ന പദം സൂറത്തുൽ മുത്തഫിഫീനിൽ നോക്കിയാൽ നമ്മൾ കാണുന്നതാ. ആ ഇല്ലിയീനിനെ സംബന്ധിച്ചായി പറയുന്നത്, ആ ഇല്ലിയീനാകുന്ന അത് സ്വർഗമാണോ, അത് പ്രത്യേകമായ മുഅ്മിനീങ്ങളുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു കേന്ദ്രമാണോ, എന്തൊക്കെ മുഫസ്സിറുകൾ അതിന് വിശദീകരണം എഴുതിയിട്ടുണ്ട്. എന്തായാലും യശ്ഹദുൽ മുഖറബൂൻ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച മാലാഖമാർ ചെന്ന് പതിക്കുന്നതായ സ്ഥലമാണത്. അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച അടിയാറുകൾ, ആ അടിമകൾ ചെല്ലുന്ന ഇടമാണത്. അവിടെ വൃത്തികെട്ടവർക്ക് സ്ഥാനമില്ല കേട്ടോ, അവിടെ മോശപ്പെട്ടവർക്ക് സ്ഥാനമില്ല കേട്ടോ. അങ്ങനെ ഇല്ലീനിലേക്ക് ഉയരുമ്പോ അവിടെ ചെന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എത്തിച്ചതിന് ശേഷം പറയുന്നു, വഅഈദൂഹു ഇലൽ അർളി. ഈ ആത്മാവിന്റെ ശരീരം ഏതോ ഒരു മണ്ണിൽ കിടക്കുന്നുണ്ടല്ലോ. അത് കാപ്പിലെ കബറിലാണെങ്കിൽ ഇവിടുത്തെ കബറിലുണ്ട്. എവിടെയാണോ നമുക്ക് റൂഹിനെ പിടിക്കാൻ അല്ലാഹു കണക്കാക്കിയത്, എവിടെയാണോ നമ്മുടെ അവസാനമായി നമുക്ക് കടക്കാനുള്ള മണ്ണ് എവിടെയാണോ, ആ മണ്ണിൽ നമ്മുടെ ശരീരം കിടക്കുമ്പോ ശ്രദ്ധിക്കണേ. ഇത്ര നേരം ഞാൻ പറഞ്ഞ ഭാഗം ആത്മാവ് പിടിച്ച സമയത്ത് നടക്കുന്നത് ഖബറിന്റെ അരികിലിരുന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നതാ പറയുന്നത്. എന്ത് ചെയ്യുന്നു? ആകാശത്തു നിന്ന് ഇല്ലീനിൽ നിന്ന് ഇപ്പോൾ ഖബറിലുള്ള മയ്യിത്തുണ്ടല്ലോ, ആ മയ്യിത്തിലേക്ക് ഈ ആത്മാവിനെ പറഞ്ഞയക്കടേ. എന്താ എന്നിട്ട് അല്ലാഹു അതിന് ന്യായം പറയുന്നത്, ഞാനാണ് ആ മനുഷ്യരെ പടച്ചത്, ആ മണ്ണിൽ നിന്നാണ് ഞാൻ അവരെ പിന്നീട് മടക്കിയെടുക്കുന്നത്. സോറി, ഞാൻ ഈ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഞാനും ഓനൊക്കെ ഒരാളാണ്. ഒരു മൂലയിൽ വന്നിട്ടല്ലേ പറയണത്, അതുകൊണ്ടാണ് നമ്മള് ആരണ്ടല്ലോ നമ്മളാളാണ്. ഞാൻ ഈ മണ്ണിൽ നിന്നാണ് അവരെ പടച്ചത്. ശ്രദ്ധിക്കണം, ഈ അല്ലാഹു സംവിധാനിച്ച ഭൂമിയുടെ ഈ മൺതരി ഉണ്ടല്ലോ, ഇതാണ് അവനെ ആകെ പിടിച്ചു പിഴിഞ്ഞാൽ കിട്ടുന്നത്. അതിന് നീര് പറ്റിപ്പോയാൽ അതൊരു പിടിമണ്ണാണ് കേട്ടോ മനുഷ്യന്റെ ശരീരം. അതുകൊണ്ട് ആ മണ്ണിലേക്ക് ഞാൻ അവരെ മടക്കുന്നു. അതാണ് മരണം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ, അതിന്റെ മുമ്പ് ആലമുൽ അർവാഹിൽ, പിന്നെ ആലമുൽ അർവാഹിൽ നിന്ന് ഉപ്പയുടെ മുതുകിലൂടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വന്ന് കടന്നു. പിന്നെ അവിടുന്ന് പ്രസവിച്ച് മണ്ണിൽ ജീവിച്ചു. പിന്നെ മണ്ണിലേക്ക് മടങ്ങുന്നു, മഹ്ശറിലേക്ക് തിരിക്കുന്നു. സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നു. ഈ പ്രതിശാലമായ യാത്രയുടെ ഒരു ഇടനാഴിക വഴിയിലാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. നമ്മൾ വിചാരിച്ചതുപോലെ ഇത് ശാശ്വതമല്ല. എന്നിട്ട് പറയുന്നു, ഈ മണ്ണിൽ നിന്ന് തന്നെ അവരെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. താറത്തൻ ഉഖറ, മറ്റൊരു പ്രാവശ്യം കൊണ്ടുവരുന്നതാ.
അതൊരു നല്ല മനുഷ്യന്റെ അവസ്ഥയാണ്. എന്നാൽ മോശപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിലോ ഹദീസിൽ പറയുന്നുണ്ട്, ഇൻകാന കാഫിറ ഔ അല്ലെങ്കിൽ ഇൻകാന മുനാഫിഖ. രണ്ട് വിഭാഗത്തെയാണ് പിന്നെ പരിചയപ്പെടുത്തുന്നത്. ആദ്യം പരിചയപ്പെടുത്തിയത് സ്വർഗത്തിന്റെ ഈ പവിത്രമായ സ്ഥാനത്തിന് അർഹമായ മുഅ്മിനിനെ സംബന്ധിച്ചാണ്. പിന്നെ പറയുന്നത് ഒന്ന് കാഫിർ ഫുൾ സീറോ, മുനാഫിഖ് ഹാഫ് സീറോ, അങ്ങനെയായ ആൾക്കാരാ. അവർ മരിക്കുമ്പോൾ നരകത്തിനും അല്ലാഹുവിന്റെ കോപത്തിനും പാത്രീഭൂതരായി മരിക്കുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു മരിക്കുന്ന സമയത്ത് മലായികത്തിനെ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ ഈ ആത്മാവിനെ കൊണ്ട് ആകാശത്തിലേക്ക് മലക്കുകൾ കയറി ചെല്ലുമ്പോ ഒന്നാം ആകാശത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അവർ പറയുന്നു, ഈ ആകാശത്തിന്റെ കവാടം ഈ ആത്മാവിന് തുറക്കപ്പെടൂല. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഓതുകയാ, ലാ തഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ ആയത്ത് ഓതി പഠിപ്പിക്കുകയാണ് സ്വഹാബത്തിനെ, ഈ വിധത്തിലുള്ള ആത്മാവിന് ആകാശത്തെ തുറക്കപ്പെടൂല. വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉക്തുബൂ കിതാബഹു ഫീ സിജ്ജീൻ. ആ മനുഷ്യന്റെ ഏടുണ്ടല്ലോ, ആ മനുഷ്യന്റെ വിവരങ്ങളുണ്ടല്ലോ, ആ മനുഷ്യന്റെ ആത്മാവുണ്ടല്ലോ, അത് സിജ്ജീനിലേക്ക് പറഞ്ഞേക്കൂ. ഭൂമിയുടെ താഴ്ഭാഗത്ത് നരകമെന്ന് പറയപ്പെടുന്നതിലേക്ക് മുഫസ്സിറുകൾ പറയുകയാണ്, നരകത്തിന്റെ അനുഭവത്തിലേക്ക് ആ ആത്മാവിനെ പറഞ്ഞയക്കടേ. പരിശുദ്ധമായ ഖുർആൻ ആ പോക്കിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിന്റെ 31-ാമത്തെ വചനം നോക്കിയാൽ കാണാം, വമൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിനെ ശരിയായ വിധത്തിൽ മനസ്സിന്റെ അടിത്തട്ടിൽ വിശ്വാസം ഉറപ്പിച്ചിട്ടില്ലാത്തവൻ, ഒരു കളങ്കത്തോടുകൂടെ പടച്ച തമ്പുരാനെ വിശ്വസിച്ചവൻ, ഈ അണ്ടകടാഹങ്ങളെ പരിപാലിച്ച് സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റിപ്പോരുന്ന പടച്ചവൻ, ആ പടച്ചവന് ശുക്റില്ല, ആ പടച്ചവനോട് നന്ദിയില്ല, അവന്റെ നിയമങ്ങളോട് പുച്ഛമാ. ദുനിയാവ് തന്നെയാ വലുത്. ലിബറലിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും യുക്തിവാദത്തിന്റെയും ചിന്തകള് തലമുറയെ പിടികൂടുമ്പോ, ക്യാമ്പസുകളുടെ അകത്തളങ്ങളിൽ യുക്തിവാദത്തിന് ഇടം പിടിക്കപ്പെടുമ്പോ, റാഷണലിസത്തിന് ഇടം പിടിക്കുമ്പോൾ എന്റെ യുവതലമുറ ചിന്തിക്കണേ, നീ വന്ന വഴിയെ വിടുന്നോ ചെറുപ്പക്കാരാ? നിന്റെ വഴിയെ കുറിച്ച് നിന്റെ ശാസ്ത്രത്തിന് എന്ത് പറയാനുണ്ട്? നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ സിദ്ധാന്തമായി രൂപാന്തരപ്പെടുമ്പോ, അണ്ടങ്ങളുടെ സംയോജനം നടക്കുമ്പോ അതിൽ ജീവന്റെ തുടിപ്പ് നൽകാൻ 21-ാം നൂറ്റാണ്ടിന്റെ ഭൗതികത അവകാശപ്പെടുന്ന, ബുദ്ധി അവകാശപ്പെടുന്ന, ജ്ഞാനം അവകാശപ്പെടുന്ന ഓ മനുഷ്യ സാധ്യമല്ല. 43 ക്രോമസോമുകളുടെ സംയോജനത്തെ പറ്റി പറയാൻ നിനക്ക് വിവരമുണ്ട്. ഗർഭാശയത്തിൽ നടക്കുന്ന സിദ്ധാന്തത്തെ പറ്റി പറയാൻ നിനക്ക് അറിവുണ്ട്. അതേ സമയത്ത് അതിൽ റൂഹ് എന്ന ഒരു സാധനം ഊതാൻ ലോകത്ത് മനുഷ്യന് സാധ്യമല്ല. സംബന്ധിച്ച് എന്ത് പറയാനുണ്ട് നിനക്ക്? അവിടെയാണ് ആധുനിക ലോകത്തും മുസ്ലിമിന് നെഞ്ചുകോടെ പറയാൻ സാധ്യമാകുക. അത് ഈ മനുഷ്യനെ, ഈ പ്രപഞ്ചത്തെ, ഈ അണ്ടകടാഹത്തെ, ഈ ലോകത്തെ പരിപാലിക്കുന്ന ഒരു സൃഷ്ടാവ് ഇതിന് മറഞ്ഞു കിടക്കുന്ന ശക്തിയിലുണ്ട്. ആ ശക്തിയിൽ നിന്ന് വന്നതാണ് റൂഹ് എന്ന് ആരംഭ റസൂൽ മറുപടി പറഞ്ഞതാ. ആ റൂഹുണ്ടല്ലോ
റൂഹുണ്ടല്ലോ, ആ റൂഹ് ഇவ்விധത്തിൽ ആകാശത്തിലേക്ക് അങ്ങോട്ട് എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂല് ആയത്ത് ഓതി കൊടുക്കുകയാ, വമൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിനെ പൂർണ്ണമായി ഈമാൻ കൊള്ളാത്തവനുണ്ടെങ്കിൽ അവൻ ആത്മാവ് ഇങ്ങനെ കയറി വരുമ്പോ ഫകഅന്നമാ ഖറ മിനസ് സമാ, പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് ഹജ്ജിലൂടെ പറയുകയാ, ആകാശത്ത് നിന്ന് താഴേക്ക് വീഴും പോലെയാ. ആകാശത്ത് നിന്ന് ഒരു സാധനം താഴോട്ടങ്ങ് വീഴുമ്പോ പക്ഷികൾ അതിനെ റാഞ്ചിയെടുക്കുമല്ലോ, അല്ലെങ്കിൽ അതിശക്തമായ കാറ്റിന്റെ വേഗതയിൽ അത് ലക്ഷ്യമില്ലാതെ പാറിപ്പറന്ന് പോയി അതിവിദൂരമായ ഒരു സ്ഥലത്ത് പോയി വീഴും പോലെയാ. സൂറത്തുൽ ഹജ്ജിന്റെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാ, അപ്പോൾ ആ ആത്മാവിന് എന്തില്ല, ആ ചീത്ത വ്യക്തിക്ക് എന്തില്ല, ആ മോശപ്പെട്ട വ്യക്തിക്ക് എന്തില്ല, അല്ലാഹുവിന്റെ പൊരുത്തപ്പെട്ട ദർബാറിലേക്ക് പോകാൻ സാധ്യമല്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രണ്ടുപേരുടെയും റൂഹുകൾ ശ്രദ്ധിക്കണം, അവന്റെ റൂഹ് ഖബറിലേക്ക് മടക്കപ്പെടുന്നു. ഈ രണ്ടുപേരുടെയും റൂഹ് ഖബറിലേക്ക് വരികയാണ്. ആകാശത്ത് നിന്ന് ഇല്ലീനിൽ 7-ാം ആകാശത്തിന്റെ മുകളിലേക്ക് പോയ റൂഹുണ്ട്. 1-ാം ആകാശത്ത് നിന്ന് കയറാൻ പാസില്ലാതെ പുറത്താക്കി ഭൂമിയുടെ അടിത്തട്ടിൽ സിജീനിൽ പോയി ആപതിച്ച റൂഹുണ്ട്. ആ രണ്ട് റൂഹിനെയും ഖബറിലേക്ക് പറഞ്ഞേക്കുകയാ. ശരീരത്തിലേക്ക് മടക്കപ്പെടുകയാണ്. ഖബറിലുള്ള ശരീരത്തിലേക്ക് മടക്കപ്പെടുന്നു. അങ്ങനെ മടക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇദാ ജാഅകൽ മലക്കാനിൽ കരീമാനിൽ ഹായിലാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീർ, ഖബറുകൾ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും. ഈ ഹദീസിന്റെ ആശയമാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ മുൻകർ നകീർ അലൈഹിസ്സലാത്തു വസ്സലാം അവർ ഉന്നതരായ അതിന്റെ സൂപ്പർ പവർ ഉള്ള മലായികത്താണ്. അതിന്റെ മുമ്പ് ഖബറിൽ മറ്റു ചില രംഗങ്ങൾ നടക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, യദ്ഖുലു അലൽ മയ്യിതി മലകുൻ ഖബ്ല അൻ യദ്ഖുല മുൻകർ വനകീർ. മുൻകറും നകീറും കടന്നു വരുന്നതിന്റെ മുമ്പ് ഒരു മലക്ക് മയ്യിത്തിന്റെ അടുത്ത് കടന്നു വരികയാണ്. ഖബറില് സൂര്യനെ വെല്ലുമാറ് പ്രകാശപൂരിതമായ മുഖം കൊണ്ടാ ഇസ്മുഹു റൂമാൻ. ആ മലക്കിന്റെ പേര് റൂമാൻ എന്നാ. യദ്ഖുലു അലൽ മയ്യിത്തി, മയ്യിത്തിന്റെ അടുത്ത് കടന്നു വരുന്നു. സുമ്മ യഖുദു, പിന്നെ അവിടെ ഇരിക്കുന്നു. ഫയഖൂലു ലഹു, എന്നിട്ട് ആ മയ്യിത്തിനോട് പറയുന്നു, നീ ചെയ്ത നന്മകളും തിന്മകളും നീ എഴുതണേ. അപ്പോൾ മയ്യിത്ത് ചോദിക്കുമത്രേ, എന്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എഴുതുക? എനിക്ക് എഴുതാൻ പേനയില്ലല്ലോ, എഴുതാൻ മഷിയില്ലല്ലോ, മഷി നിറച്ച കുപ്പിയില്ലല്ലോ, എഴുതാൻ അതിന് പേജില്ലല്ലോ. ആ റൂമാൻ എന്ന മലക്കാ സമയത്ത് പറയുകയാണ്, നിന്റെ തുപ്പലമാണ് നിന്റെ മഷി, നിന്റെ വിരലാണ് നിന്റെ പേന. അതുകൊണ്ട് നീ ചെയ്ത നന്മകളും തിന്മകളും മുഴുവനും ഒന്ന് എഴുതുക. അങ്ങനെ എഴുതാൻ പറഞ്ഞിട്ട് എഴുതാൻ നോക്കുന്ന സമയത്ത് കടലാസില്ലെന്ന് പറയുമ്പോ മലക്ക് കഫൻ തുണിയിൽ നിന്നൊരു കഷണം ചീന്തി കൊടുക്കുന്നതാ. എന്നിട്ട് അതിൽ എഴുതാൻ പറയുന്നു. അങ്ങനെ
അങ്ങനെ എഴുതി വരുമ്പോ തിന്മ എഴുതാൻ മടിക്കുമ്പോ മലക്ക് ചോദിക്കുന്നു, എന്താണ് നിനക്കിത്ര മടി? എന്റെ മുന്നിൽ എഴുതാൻ മടിയോ? നീ ജീവിച്ചിരുന്ന സമയത്ത് അള്ളാഹു കാണുന്ന സമയത്ത് തിന്മകൾ ചെയ്യാൻ നിനക്ക് മടി ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ എന്തിനു മടിക്കണമെന്ന് ചോദിച്ചിട്ട് ഒരു വലിയ തൂണുപോലോത്ത ഒരു ദണ്ട് കൊണ്ട് പ്രഹരിക്കുകയാ. ഖബറിലെങ്ങനെ തൂണോ, ഖബറിലെങ്ങനെ ഇരുത്തമോ, ഖബറിലെങ്ങനെ സമ്മേളനമോ, അത് മറ്റൊരു ലോകമാ. അത് ഈ മെറ്റീരിയൽ വേൾഡിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിച്ചാൽ അതിന് ഉത്തരം കിട്ടൂല. നമ്മുടെ ആത്മാവിന് ഇനി മറ്റൊരു ലോകത്തെത്തിപ്പെടുകയാണ്. അവിടെ ഇതെല്ലാം സാധ്യമാ. അള്ളാഹുവിന്റെ കുദ്റത്തിന് നീ അളവ് വെക്കല്ല, അള്ളാഹുവിന്റെ കഴിവിന് നമ്മൾ പരിധി നിശ്ചയിക്കല്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് പറഞ്ഞാൽ അതിൽ ഏതിനെയും ഒഴിവാക്കാൻ പറ്റില്ല. എല്ലതും അതിൽ പെടുന്നതാ. അങ്ങനെ ദുനിയാവിൽ ചെയ്ത എല്ലാം അങ്ങ് ചെയ്യുമ്പോ എന്നിട്ട് സീല് വെക്കാൻ പറയുന്നു. എന്തുകൊണ്ടാണ് സീല് വെക്കുക എന്ന് പറയുമ്പോ, നിന്റെ നഖം കൊണ്ട് നീ അതിൽ സീല് വെച്ചോ. എന്നിട്ട് ആ സീല് വെച്ച എഴുത്ത് അവന്റെ കഴുത്തിൽ എഴുതി തൂക്കുന്നതാ. അതാണ് ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ച പരിശുദ്ധമായ ഖുർആനിന്റെ വചനം പറഞ്ഞത്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറാ ഫീ ഉനുഖിഹി. ഒരാൾ ചെയ്ത അമലിനെ അവന്റെ കഴുത്തിൽ ഞാൻ ബന്ധിപ്പിക്കുന്നതാണ്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അവനക്ക് ഞാനത് പുറത്തേക്ക് എടുത്തു കൊടുക്കും. കിതാബൻ യൽഖാഹു മൻശൂറാ. അതിങ്ങനെ പരത്തി വിടർത്തി അത് ഓരോ പേജുകളും കാണുന്ന വിധത്തിൽ കൊടുക്കുമെന്ന് ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയെ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള പ്രവിശാലമായ ഒരു ലോകത്ത് നമ്മൾ എത്തിപ്പെടുമ്പോ അവിടെ നിന്ന് ഈ മലായികത്തിന്റെ ഈ റൂമാൻ എന്ന മലക്കിന്റെ ഇത് കഴിയുമ്പോൾ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചോദിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും ദീനിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ചോദിക്കുകയാണ്. അപ്പോൾ സജ്ജനങ്ങളിൽ അതിന് കൃത്യമായി ഉത്തരം കൊടുക്കുന്നു. ദുർജനങ്ങൾക്ക് അതിനൊന്നും ഉത്തരം കൊടുക്കാൻ സാധ്യമല്ല. ആ സമയത്ത് അപ്പൊ നീ എന്ത് ചെയ്യണ്ട, എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്ത് ഇതൊക്കെ ഒന്ന് തൽക്കാലം എഴുതി പഠിച്ചിട്ട് നമുക്ക് കയ്യിൽ വെക്കാം. എഴുതി പഠിച്ചാണ് കയ്യിൽ വെച്ച പ്രശ്നമല്ലല്ലോ. പണ്ടൊരാൾ പറഞ്ഞല്ലോ, മഹ്ശറില് നമ്മൾ കട്ട സാധനങ്ങളൊക്കെ വരും, അത് നമ്മളിങ്ങനെ ഏറ്റി നിൽക്കേണ്ടി വരും. ഈ കട്ട് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ നമ്മൾ ഏറ്റി നിൽക്കേണ്ടി വരും. അപ്പൊ ഒരു വളവൻ എന്ത് ചിന്തിച്ചു, ഒരു കാര്യം ചെയ്യാം, ഒരു ലോറിയും കൂടിയാണ് കക്കുക, എന്നാ പിന്നെ ഈ സാധനങ്ങളൊക്കെ ആ ലോറിയിലാണ്. അങ്ങനെയാണ്. അത് നടക്കൂല. ഇത് അങ്ങനെ നടക്കുന്ന കാര്യമല്ലത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഇவ்விധത്തിൽ അവസാനിച്ചാൽ അവിടുന്ന് തരുന്ന ഒരു കഴിവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അതങ്ങനെ നടക്കുന്ന കാര്യമല്ലല്ലോ. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ, അനുഭവിക്കുമ്പോൾ നമുക്ക് അല്ലാഹു ആ ഖബറിൽ നിന്ന് അവസാനമായി നൽകുന്ന ഒരു സമ്മാനമുണ്ട്. എന്താണ് ആ സമ്മാനം? ഈ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു, ഉത്തരങ്ങളെല്ലാം കഴിഞ്ഞു. രണ്ട് നിലക്ക് നമ്മുടെ ജീവിതത്തെ വേർതിരിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ മുതൽ പിന്നെ അങ്ങോട്ട് പരലോകം. ഖബർക്കണാവുന്നോട് കൂടെ നമ്മൾ പരലോകത്തേക്ക് എത്തിപ്പെട്ടു. ആദ്യത്തെ വീട് ഖബറാണ്. അതാണ് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടി കരയുമത്രേ. ഖബർ കാണുമ്പോൾ പൊട്ടി കരയുമത്രേ. അപ്പോൾ ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ഏത് വിഷയം പറയുമ്പോഴും നിങ്ങൾ ഇങ്ങനെ കരയുന്നത് കാണുന്നില്ല, ഖബർ പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ കാണുന്നത്?
മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ മുഴുവനും രക്ഷപ്പെട്ടല്ലോ. അതുകൊണ്ട് ആദ്യമായി ചെല്ലുന്ന ഖബറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. അങ്ങനെ നമുക്ക് നൽകുന്ന അവസ്ഥകൾ പിന്നെ ഞാൻ പറഞ്ഞു വെച്ചത് എന്താ? നല്ല മനുഷ്യനാണെങ്കിൽ അവനക്ക് സ്വർഗത്തിലേക്കുള്ള കവാടം തുറക്കപ്പെടുകയാണ്. അവന്റെ കണ്ണെത്താ ദൂരത്ത് നീളമുണ്ടാകുമെന്നൊരു ഹദീസില്, 70,000 മുഴമെന്ന് മറ്റൊരു ഹദീസില്, ടോട്ടലി ഒരുപാട് പ്രവിശാലമായ ലോകത്തേക്ക് അവനക്ക് കാണാൻ കഴിയും. സ്വർഗത്തിന്റെ എല്ലാ അനുഭൂതികളും അവനക്ക് അനുഭവിച്ച് കണ്ടുകടക്കാൻ കഴിയും. മറ്റൊരു വിഭാഗത്തിൽ നരകത്തിലേക്കുള്ള കവാടം തുറക്കപ്പെടുകയാണ്. ഇവിടെ നമ്മൾ ഏറെ ചിന്തിക്കുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇவ்விധത്തിൽ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടാൻ നമുക്ക് പോംവഴികൾ പറഞ്ഞു തരാതെ പോകില്ലല്ലോ. മഹാരഥന്മാരെല്ലാം ഏത് വിധത്തിൽ ജീവിച്ചിട്ടാണ് ആ സുഖലോക സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ടതെന്ന് നമ്മൾ പഠിക്കുമ്പോ നമ്മൾ പഠിക്കേണ്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ അറിവിന്റെ മൂല്യങ്ങൾ നമുക്ക് വിലകൾ നമുക്ക് മനസ്സിലാകും. ഏതിനാണ് പ്രയോറിറ്റി, ഏതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകും. അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്ന ഈ മൈതാനിയുടെ പവർ മനസ്സിലാക്കേണ്ടത്. ബദരിയ ദർസിന്റെ 14 വർഷത്തെ ആണ്ടറുതി നമ്മൾ കൊണ്ടാടുകയാണ്. ഈ 14 വർഷം എന്റെ ജീവിതത്തിൽ ഞാൻ ചെലവഴിച്ചത് എന്റെ മുന്നിൽ വന്നിരിക്കുന്ന മുതഅല്ലിമുകൾക്ക് അലിഫും ബാവും കൂട്ടി വായിക്കല, ആ വായിച്ച പദത്തിന്റെ അർത്ഥങ്ങളും ആശയ പ്രപഞ്ചത്തേക്കും അവരെ മനസ്സിനെ കൊണ്ടുപോകല. അതാണിത്. 14 വർഷം ഒരു മുദരിസിന്റെ വിയർപ്പൊഴുക്കിയ ഗന്ധകമാണ് ഇവിടെ നമ്മൾ ആസ്വദിക്കേണ്ടത്. 14 വർഷം എന്റെ പ്രായത്തിൽ ഒരു മനുഷ്യൻ, ഞാൻ എന്നെ കുറിച്ച് മാത്രമല്ല ഈ അഡ്രസ് ചെയ്യുന്നത്, എന്നെ പോലെ മദ്രസകളിലും പള്ളികളിലും കോളേജുകളിലും ദർസ് നടത്തുന്ന കേരളത്തിന്റെ പശ്ചാത്തലം അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ ഔദ്യോഗികമായ അംഗീകാരമില്ലാത്ത മതപ്രബോധനത്തിന്റെ തൗഹീദിന്റെ ആ വെള്ളി വെളിച്ചത്തെ ഈ മനുഷ്യ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ മദീനയുടെ രാജകുമാരൻ പച്ചക്കുപ്പക്ക് താഴെ അന്ത്യവിശ്രമം കൊണ്ട് കിടക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കൊളുത്തി വെച്ച വെളിച്ചമുണ്ടല്ലോ, അത് ഈ മഹാഭാരതത്തിന്റെ ഓരോ പ്രാന്തപ്രദേശങ്ങളിലും കത്തേണ്ടതുണ്ട്. അത് കേരളത്തിലും ആ വിളക്ക് കെടാതെ നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിച്ച ഒരു പറ്റം പണ്ഡിതന്മാരുടെ പാതകൾ സ്വീകരിച്ചുകൊണ്ട് മുദരിസുമാർ, മുഅല്ലിമാർ, മദ്രസ അധ്യാപകന്മാർ അവരുടെ കഴിവുകൾക്കനുസരിച്ച്, അവരുടെ സാധ്യതകൾക്കനുസരിച്ച് പല സാധ്യതകളും മുന്നിലുണ്ടായിട്ടും തനിക്ക് ആത്മീയ ജ്ഞാനം പകർന്നു തന്ന ഗുരുമുഖത്ത് നിന്ന് ഊർജം പകർന്നുകൊണ്ട് ഇതുപോലെയുള്ള മതവിജ്ഞാനത്തിന്റെ പ്രയോക്താക്കളെ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ട് എന്റെ ശരീരത്തിൽ കഫൻ തുണി അണയണേ, എന്റെ മയ്യത്ത് കൈത്തുകട്ടിലിൽ വെച്ചുകൊണ്ട് ആ നാട്ടിലെ ആരാണോ എനിക്ക് മയ്യത്തെടുക്കുമ്പോൾ വരാനിരിക്കുന്നത്, ഓരോ മതാധ്യാപകനും ചിന്തിക്കുന്നത് അതാണ്. ആ സമയത്ത് ദുആ ചെയ്യുമ്പോൾ അവിടെ സ്വാലിഹീങ്ങളായ ആൾക്കാരുണ്ട്, അവിടെ നല്ലവരായ കാരണവന്മാരുണ്ട്, അവിടെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുണ്ട്, അവിടെ ഉള്ളിൽ നിന്ന് അടക്കം പിടിച്ച് വിതുമ്പിക്കൊണ്ടിരിക്കുന്ന വല്യമ്മമാരുണ്ട്, തസ്ബീഹ് മാല കയ്യിൽ നിന്ന് വെക്കാത്ത, ദുആ കളയാത്ത, തഹജ്ജുദ് കളയാത്ത നല്ലവരായ നിഷ്കളങ്കരായ ആയിരക്കണക്കിന് ആൾക്കാർ ആ മയ്യത്ത് കട്ടിലിന്റെ അവിടെ വെച്ച് ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ തഖബ്ബൽ ഹസനാതിഹി വതജാവസ് അൻ സയ്യിആതിഹി. അല്ലാഹുവേ, ഈ മനുഷ്യൻ നിർവഹിച്ച നന്മകൾ സ്വീകരിക്കണേ. ആ സമയത്ത് ആ മുഅല്ലിം നിർവഹിച്ച കിതാബുണ്ടല്ലോ, അവരുടെ അമലിന്റെ ഏടുണ്ടല്ലോ, അത് മറിച്ചു നോക്കുകയാണ് മലായികത്ത്. ഓരോ ദിവസവും ചെയ്ത ജോലി നോക്കുമ്പോൾ അവർ സുബ്ഹിന്റെ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് വിശുദ്ധമായ ഖുർആൻ മറിച്ചതാ കാണുന്നത്, അതിനുശേഷം തഫ്സീർ ഓതി കൊടുത്തതാ കാണുന്നത്, അതിനുശേഷം ഹദീസ് ഓതി കൊടുത്തതാ കാണുന്നത്. ഒരു സമയവും മറ്റൊന്നും കാണാതെ എല്ലാം ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹു സന്തോഷത്തോടെ
സന്തോഷത്തോടുകൂടെ ആ ദുആ സ്വീകരിക്കുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ അങ്ങ് പോകുമ്പോൾ നാളെ മഹ്ശറിൽ സാധാരണക്കാരെ കൂട്ടത്തിലല്ല. ഈ മുതഅല്ലിമായ മനുഷ്യനാണെങ്കിലും മുഅല്ലിമായ മനുഷ്യനാണെങ്കിലും അവൻ നാളെ പ്രത്യേകമായ ഒരു കാറ്റഗറിയിലാണ്. ആ 14 ആണ്ടുകളുടെ അറുതിയാണ് നമ്മൾ ഈ സമ്മേളിച്ച സമ്മേളനം. ഇത് കേവലം ഒരു മതപ്രഭാഷണ വേദിയല്ല, ഇത് കേവലം ഒരു ദുആ സദസ്സ് മാത്രമല്ല. ഇത് അൽ-ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ ജീവിച്ചിരിക്കുന്ന തുടിപ്പുകളുടെ സംഗമമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഖിദ്മത്തുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. അതിന് സഹായിച്ചവർ ഇന്നലെയും മിനിഞ്ഞാന്നുമായ പല രൂപത്തിലും സഹായിച്ചവരുണ്ട്. ഇൽമു പഠിക്കാൻ ഈ നാട്ടിൽ നിന്ന് എത്ര കുട്ടികൾ വന്നാലും അത് സ്വീകരിക്കാൻ, പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് യാതൊരു മടിയോ പ്രയാസമോ അതിലില്ല. കാരണം അതെന്താന്ന് ചോദിച്ചാൽ, പിന്നെ അതിലൊരു ഒരു വിഷയം എന്താന്ന് ചോദിച്ചാൽ, ഒരു സാധാരണ പഠിക്കുന്നത് പോലെ ഒരു ദർസ് പഠിക്കാനുള്ള ഒരു ഹിമ്മത്ത്, അങ്ങനെ നാട്ടിൽ നിന്ന് കുട്ടികൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു വശം അതിനുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിന് മറ്റൊരു വശമുണ്ട്. അതെന്താ ചോദിച്ചാൽ, ഒരു ദർസ് പഠിക്കാൻ ഒരാൾ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ അത് ലേശ ശ്രമകരമായ ഒരു കർത്തവ്യമാണ്. പെട്ടെന്ന് അങ്ങോട്ട് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളൊരു 25 കുട്ടികളെ കൊണ്ട് ദർസ് തുടങ്ങിയാൽ ലാസ്റ്റ് കോളേജിൽ പോകാനേ 4 ആളെ കിട്ടും. ഇപ്പൊ നമ്മളെ ദർശന പ്രാവശ്യം സുലൈമാനൊക്കെ കോളേജിൽ പോകുന്നുണ്ട്. പോലെയാണ് 25 കുട്ടികളെ കൊണ്ട് ദർസ് തുടങ്ങിയ ആൾക്കാർ. ചിലപ്പോൾ 4 ആളുള്ളൂ, ബാക്കിയൊക്കെ അങ്ങനെ ഇടയിൽ വെച്ചിട്ട് പോയി. ഒക്കെ കുറെ ആൾക്കാർ ഗൾഫിൽ, കുറെ ആൾക്കാർ അവിടെ ഇവിടെ. അതെന്താ ഈ സാധനം അങ്ങോട്ട് തള്ളിയിട്ടാണ് കയറണ്ടേ. അൽഫിയാണ് തുടങ്ങിയാണ്ടല്ലോ ഒക്കെ പിന്നെ മിക്കവാറൊക്കെ ഉടലോടങ്ങും. സഞ്ചാൻ തുടങ്ങിയാൽ തന്നെ ഒരു പൊറുതിയോട് തുടങ്ങും. മനസ്സിലായില്ലേ? 10 മീനാണ് തുടങ്ങിയാണ്ടല്ലോ മിക്കവാറും തലീന്നും എല്ലായിടത്തുനിന്നും കടി തുടങ്ങും. അപ്പൊ അതങ്ങനെയാണ്. അതാ ശറഈയായ ഇൽമ അങ്ങോട്ട് അതിൻ്റെതായ ഒരു മൗഖിയിൽ വാക്കിയാവുന്ന രൂപത്തിൽ അതങ്ങോട്ട് റമീറൊക്കെ മടക്കി കൃത്യമായി അങ്ങോട്ട് കൊടുക്കണമാതിരി കൊടുത്തിട്ട് പോരണമെങ്കിൽ ഒരു ലേശം പണി ഈ ഉസ്താദിനുണ്ട്. അതേമാതിരി പണി കുട്ടിക്കും കുറച്ച് പണിയാണ്. ബാലരമ വായിച്ചു പോണമാതിരി നടക്കില്ല, ലേശം പണിയാണ്. അപ്പൊ അത് കുറ്റായിട്ട് കാണുന്നില്ല. അത് അങ്ങനെ പെട്ടെന്ന് കഴിയില്ല. അത് അതെന്താണ് മദ്രസന്റെ സിലബസ് ഒരു പ്രത്യേക മോഡലാ. എന്താ അവിടെ കണ്ടന്റ് ബേസ്ഡാണ് സിലബസ്, ഭാഷ ബേസ്ഡ് അല്ല. കാരണം എന്താ, ഭാഷ ബേസ്ഡ് പഠിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹാർഡാണ്, കുട്ടികളെ കിട്ടൂല. കണ്ടന്റ് ബേസ്ഡ് പഠിപ്പിച്ചിട്ട് തന്നെ കുട്ടികളെ കിട്ടാല്ല. 7 കഴിഞ്ഞൊക്കെ ഒഴിഞ്ഞു പോവുക. എന്താ കാരണം? ഇത് നേരം വെളുത്ത് ചെന്നിരുന്ന കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ അജ്ജ അങ്ങനെ എങ്ങനെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇപ്പൊ നമ്മളിപ്പോ എത്ര കേട്ടതാണ്. ഇനിയിപ്പോ ഇതൊക്കെ മതി. ഞാൻ തൽക്കാലം ഇപ്പോ 10ാം ക്ലാസ്സിലല്ല A+ വാങ്ങട്ടെ, എന്നിട്ട് നല്ലൊരു സയൻസ് കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുക്കട്ടെ, അങ്ങനെ കയറി പോട്ടെ, ഒരു 30 എനിക്ക് അതിന്റെ കാര്യങ്ങൾ അറിയില്ല, വലിയ ശമ്പളമൊക്കെ എനിക്ക് വാങ്ങാലോ, ഇതിപ്പോ തൽക്കാലം നിർത്തുക എന്ന് തോന്നുന്ന രീതിയിലേക്ക് പോകാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, അത് ഒന്ന് ആ പഠനം കുറച്ച് പ്രയാസം തന്നെയാണ്, മറ്റൊന്ന് ആ ദീനിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ആ ഒരു പ്രത്യേക താല്പര്യത്തിന് വേണം. അപ്പൊ ഞാൻ എന്റെ 13ാമത്തെ വയസ്സിൽ ദർസിന് പോയത് എന്റെ വീട്ടിൽ ആട്ടി പറഞ്ഞയച്ചോന്നല്ല, ഞാൻ എന്റെ വീട്ടുകാരോട് അങ്ങോട്ട് പറഞ്ഞു എന്ത് ഇന്നെങ്ങനെ ഒരു ദർസ് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മുക്കം മൊയ്മനാജിന്റെ അവിടെ ദർസിലാണ് എന്നെ ആദ്യം കൊണ്ടാക്കിയത്. മുക്കം മൊയ്മനാജി അവിടെ വലിയൊരു ധനാഢ്യനായ, ദീനിനൊക്കെ വലിയ കോടിക്കണക്കിന് വില വരുന്ന സമ്പത്തൊക്കെ, പിന്നെ വീരാൻ കുട്ടിയാജിയുടെ മകനാണ് മോയിൻ കുട്ടിയാജി, മുസ്ലിം ലീഗിന്റെ ഒക്കെ വലിയ നേതാവാണ് അദ്ദേഹം അവിടെ. അപ്പോ അദ്ദേഹത്തിന്റെ ആ സ്ഥാപനത്തിലാണ് ഞാൻ അവിടെ പഠിച്ചത്, ഫസ്റ്റ് പഠിക്കുന്നത് അവിടെ. അന്നുണ്ടായ ആ ഊർജ്ജം അത് വിടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോ അതങ്ങനെ മുന്നോട്ട് പോകും. ഇതിൽ ലേശം ക്ഷമ ഉണ്ടായാൽ മതി, വലിയ ആഗ്രഹങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അപ്പൊ ഇൽമ അങ്ങനെ മുന്നോട്ട് പോകും. അത്രേ ഉള്ളൂ. വലിയ ആഗ്രഹങ്ങൾ വെക്കരുത്, അത്യാവശ്യമുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കും, വലിയ മോഹങ്ങൾ പാടില്ല. പിന്നെ ഇതിനോട് ഒരു താല്പര്യം, ആ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളാണ്. ഡ്രൈവിംഗ് പോലെ തന്നെയാണ്. പഠിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല മറിക്കണ മാതിരി കീറിട്ട് പോണതറിയില്ല. അതേ സമയത്ത് ഒരു ലേശം വെപ്രാളം അടിച്ചാണ്ടല്ലോ, പിന്നെ വണ്ടി കണ്ടാകുമ്പോൾ പറയും ഞാൻ വേറെ ആരെയും മേത്തിട്ടായിരിക്കും വേണ്ടിയിട്ട് ഓടിക്കാതിരിക്കാത്തത്. എന്നോടൊരാൾ പറഞ്ഞു, ഒരു വലിയ വർത്താനം പറഞ്ഞാൽ അവരുടെ ചോദിച്ചാൽ നിങ്ങൾ വണ്ടി ഓടിക്കുക ചോദിച്ചു. അപ്പൊ ഞാനന്ന് കാർ ഓടിക്കാൻ പഠിച്ച ഒരു സമയം. അപ്പൊ ഞാനൊന്ന് വലിയ വർത്താനം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ വണ്ടി ഓടിക്കാത്തത്, ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഓടിക്കുമ്പോൾ എൻ്റെ വണ്ടി മുമ്പ് ഒരാളാണ് ചാടും. അപ്പൊ അയാൾ മേത്ത് തട്ടിയപ്പോൾ എൻ്റെ മനസ്സിന് വലിയ ഷോക്കായി. അയാൾ ഞാൻ ഓടിക്കുന്നില്ല. പക്ഷെ അത് കേട്ടു വേറൊരാളെ ഇറങ്ങിയിട്ട് പറഞ്ഞു അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, കരുന്നോണോ പറയണോണോ, അയാൾക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ്. അയാളെ വീടിന്റെ മുമ്പിൽ ഷെഡിൽ നിന്ന് വണ്ടി കഴുകുന്നോടത്ത് കിടത്ത ആളാണ്. റോഡ് പഠിക്കണു എന്ന് പറഞ്ഞ മാതിരി ഇതൊക്കെ ചില പരിപാടികളാണ്. അപ്പൊ ഏതായാലും തങ്ങൾ വരുമ്പോ ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സ് തുടങ്ങാം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ 3 ദിവസത്തെ ഈ പരിപാടി, നമ്മുടെ മൈക്ക് സെറ്റ് കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തീർച്ചയായിട്ടും അതിനു വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കും എന്ന നിലക്ക് നിങ്ങൾ കാര്യമായി തന്നെ സംഭാവനകൾ നൽകുക. ആ നയാ പൈസകൾ 1 ഉറുപ്യ പോലും അത് വെറുതെ ആവൂല. അത് ഇൽമിന്റെ വഴിയിലുള്ള സംഭാവനയായിരിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അർത്ഥത്തിൽ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ
യാതൊരു തർക്കവുമില്ല. മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അള്ളാഹുവിന്റെ വെള്ളി വെളിച്ചങ്ങളായി കടന്നുപോയ സുഖലോക സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ട ഖബറിന്റെ ഉടമകൾ ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ച ചരിത്രം, അവരുടെ ജീവിതത്തിനെ അടയാളപ്പെടുത്തിയത് നമുക്ക് നോക്കിയാൽ കാണാം. ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, ഈജിപ്തിന്റെ കിരീടം വെക്കാത്ത രാജകുമാരി, ആത്മീയ ലോകത്തെ ഏറ്റവും വലിയ വെള്ളി നക്ഷത്രമായി പ്രോജ്വലിച്ചു നിൽക്കുന്ന നഫീസത്തുൽ മിസ്രിയ മക്കയിലാ ജനിച്ചത്, മദീനയിലേക്ക് മാറി താമസിച്ചവരാ. വിവാഹം കഴിഞ്ഞ് തന്റെ ജീവിതത്തില് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്ന് 30ഓളം ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ച് സമ്പത്തിൽ നിന്ന് വലിയൊരു അംശം അള്ളാഹുവിന്റെ ദീനിലെ ഇബാദത്ത് എടുക്കാൻ വേണ്ടി ചെലവഴിച്ചു. അവിടെ നിന്ന് തന്റെ ഭർത്താവിനോടൊരു മോഹം പറയുന്നു, നമുക്ക് മിസ്രിലേക്ക് മാറി താമസിക്കണമെന്ന്. അങ്ങനെ മിസ്രിലേക്ക് കടന്നു ചെല്ലുമ്പോ അപ്പോഴേക്കും പേരും പ്രശസ്തിയും ആരാധനയിലും ഇബാദത്തിലും സിദ്ധിച്ചിട്ടുള്ള നഫീസത്ത് ബീവി മിസ്രിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടുത്തെ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ആ നാട് മഹദിയെ സ്വീകരിക്കുകയാ. ആ നാടൊന്നടങ്കം ഒരുങ്ങി നിൽക്കുകയാ. മിസ്ർ ഒന്നടങ്കം പ്രകമ്പനം കൊള്ളുകയാ. കടന്നു വരുന്നത് ആരാ? ആരാധനയുടെ ലോകത്ത്, ആത്മീയതയുടെ ലോകത്ത് വെള്ളി വെളിച്ചമായി മദീന അംഗീകരിച്ച മഹദിയ, മക്കത്തുൽ മുകറമ അംഗീകരിച്ച മഹദിയ, സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന വലിയ മാതൃകയാ. ആത്മീയതയുടെ ലോകത്ത് ഏതൊരു മനുഷ്യനും പകർത്താൻ പറ്റുന്ന പാഠം പകർന്നു കൊടുത്ത മഹദിയ നഫീസത്തുൽ മിസ്രിയ. എപ്പോഴും നിസ്കാരമാ, രാത്രിയിൽ എപ്പോഴും നിസ്കാരമാ, പകലെപ്പോഴും നോമ്പെടുക്കലാ. തന്റെ ഭർത്താവും ആത്മീയതയുള്ള ആളാ. രണ്ടുപേരും ആത്മാർത്ഥതയും ആത്മീയതയും ഉള്ളവരാകുമ്പോ അവിടെ പിന്നെ ഇതിനൊന്നും ഒരു തടസ്സമല്ല. ഭർത്താവിന്റെ സമ്മതത്തോടുകൂടെ സുന്നത്ത് നോമ്പെടുക്കുകയാ. ഭർത്താവിന്റെ സമ്മതത്തോടുകൂടെ രാത്രി എണീറ്റ് നിസ്കരിക്കുകയാ. ഭർത്താവിന് അതിന് കുഴപ്പമില്ല. ശരീരം ശുഷ്കിച്ച് ആരോഗ്യം മോശമായി തുടങ്ങുന്നത് കണ്ടപ്പോ തന്റെ കുടുംബത്തിലെ പത്നികൾ, മറ്റു സ്ത്രീകൾ ചോദിക്കുകയാ, ഓ നഫീസ, എന്തിനാണ് ഇങ്ങനെ പട്ടിണി കടന്ന് നോമ്പെടുത്ത് കഷ്ടപ്പെട്ട് ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത്? ആ സമയത്ത് നഫീസത്ത് ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ ആലോചിക്കുമ്പോൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. ഈ 21-ാം നൂറ്റാണ്ടിന്റെ 2024 വാട്സപ്പ് ഗ്രൂപ്പുകളോ ഫേസ്ബുക്ക് പേജുകളോ യൂട്യൂബുകളോ ഒന്നുമില്ലാത്ത കാലമല്ലേ എന്ന് വെച്ച് നിസാരമാക്കണ്ട. ലോകം വഴികേടിലേക്ക് സഞ്ചരിച്ചത് സ്വഹാബത്തിന്റെ കാലം മുതൽ തന്നെ നടന്നിട്ടുള്ള കാര്യമാ. വ്യഭിചാരത്തിനും മോഷ്ടിക്കലിനും ആനന്ദങ്ങൾക്കും ആർഭാടങ്ങൾക്കും അക്കാലഘട്ടത്തിലെ സൗകര്യങ്ങൾ നിറഞ്ഞാടുന്ന കാലത്താ നഫീസത്തുൽ മിസ്രിയ മുസ്ലിം വനിതകൾക്കിടയിൽ ജീവിക്കുന്നത്. അത് മനസ്സിന്റെ സ്ഥൈര്യത കൊണ്ട്, ധൈര്യം കൊണ്ട്, ആത്മീയമായ ഊർജ്ജം കൊണ്ട് അതെല്ലാം തടഞ്ഞു നിർത്തിയിട്ട് രാത്രിയിൽ ഉറക്കം വിളിച്ച് എണീറ്റ് നിസ്കരിക്കുകയോ. ഇന്ന് കേരളത്തിന്റെ വർത്തമാനം എന്താ? ആധുനിക ഇന്ത്യയുടെ വർത്തമാനം എന്താ? ഗ്രാമാന്തരങ്ങളിൽ ജീവിക്കുന്ന കുടിലുകളിൽ താമസിക്കുന്ന പെൺകോമാരങ്ങൾ, അല്ലെങ്കിൽ യുവ സുഹൃത്തുക്കൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെയാ. കഴിഞ്ഞ 6 മാസം മുമ്പല്ലേ മലയാള പത്രം അച്ചടിച്ചു വിട്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ, അല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഉപയോഗം നടത്തുന്നത് കേരളത്തിലാ. രാത്രിയുടെ 12 മണിക്ക് നെറ്റ് കഴിഞ്ഞ് ഒരു 1 GB കയറ്റി തരുമോ? 2 GB ചെയ്തു തരുമോ എന്ന് പറഞ്ഞിട്ട് ഇന്റർനെറ്റ് കഫയിലേക്ക് ടെലിഫോൺ ചെയ്യുന്ന, വാട്സപ്പ് ചെയ്യുന്ന, മിസ് കോൾ അടിക്കുന്ന ആധുനിക തലമുറ ശ്രദ്ധിക്കടേ. കൂരാകൂരി ഇരുട്ടിന്റെ മറവില് വെളിച്ചം അണച്ചുകൊണ്ട് ആരാരും കാണാതെ എണീറ്റ് നിന്ന് നിസ്കരിക്കുന്നത് നഫീസത്തുൽ മിസ്രിയ. അവരാണ് നമുക്ക് മാതൃക. അവരാണ് നമുക്ക് വഴിയടയാളപ്പെടുത്തേണ്ടത്. അവർ ജീവിച്ചിരിക്കുന്ന മിസ്റിലെത്തിയ സമയത്ത് തന്റെ വീടിന്റെ അടുത്തേക്ക് വികലാംഗനായ ഒരു കുട്ടി ജൂതൻ കൊണ്ടുവന്ന് വെക്കുകയാണ്. മഹദി വുളുവെടുത്ത വെള്ളം ആ ശരീരത്തിൽ അങ്ങ് തട്ടുമ്പോ ചരിത്രം രേഖപ്പെടുത്തുന്നു, ആ കുട്ടിയുടെ വികലാംഗത്വം, ആ വികലാംഗത മാറി ആ കുട്ടി എണീറ്റ് നടക്കുകയാണ്. ആ കുട്ടിക്ക് പിന്നെ അസുഖമില്ല, നടക്കാൻ കഴിയാത്ത കുട്ടി എണീറ്റ് നടന്നു എന്ന്. എങ്ങനെയാണ്
എങ്ങനെയാണ് ഈ മഹത്വത്തിലേക്ക് എത്തിപ്പെടുന്നത്? മഹദിയായ നഫീസത്ത് ബീവി നിസ്കാരം നോമ്പ് മാത്രമല്ല തന്റെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തനിക്ക് കടക്കാനുള്ള ഖബർ കുഴിച്ചു വെക്കുകയോ, തന്റെ സ്വന്തമായ സ്ഥലത്ത് ഖബർ കുഴിച്ചു വെക്കുകയാണ്. ആ ഖബറിലേക്ക് എന്നും നോക്കുകയാ, ആ ഖബറിൽ ഇറങ്ങി നിസ്കരിക്കുകയാ, ആ ഖബറിൽ ഇറങ്ങി ഖുർആൻ ഓതുകയാ, ഖത്ം തീർക്കുകയാ. എത്ര ഖത്മെന്നറിയുമോ? 6000 ഖത്മെന്ന ചരിത്രം രേഖപ്പെടുത്തിയത്. ബോധം കെടും, നമ്മൾ ബോധം കെടും. 6000 ഖത്ത് ബോധം കെടും. 2 ലോറി കൊണ്ടല്ലേ ഡേറ്റ് കൊണ്ടുവരണേ. ഇത് ജംഗലിൽ കൊണ്ടല്ലത്, 6000 ഖത്താ. സുബ്ഹാനല്ലാഹ്. ഏതായാലും ഞാൻ അഭിമാനത്തോടു കൂടെ ഓർക്കുകയാണ്, കാപ്പ് മഹല്ലത്തിൽ റമദാൻ മാസം വരുമ്പോ ഈ പരിസരത്തുള്ള ഒരുപാട് കാരണവന്മാർ വന്നിരുന്നുകൊണ്ട്, ഈ ഇരിക്കുന്നവരൊക്കെ അതിൽപ്പെട്ടവരാണ്. എന്റെ മുന്നിൽ പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ വന്നിരുന്നുകൊണ്ട് ഒരു 9 മണിയാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ എത്തി തുടങ്ങും. ളുഹർ വരെ, അസർ വരെ. അസർ കഴിഞ്ഞാൽ ഏകദേശം പിന്നെ നോമ്പറിന്റെ സമയമൊക്കെയല്ലോ. ഖുർആൻ ഇരുന്ന് ഇങ്ങനെ ഓതും. എന്തൊരു ഭംഗിയാണ് കാണാൻ. അതിന്റെ അനുഭവം ഞാൻ ഇവിടെ കണ്ടൊരു കാര്യമാണ്. അതൊക്കെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ ശുഷ്കിച്ചു വന്നിട്ടായിരിക്കും. ഇതിനേക്കാൾ ആൾക്കാർ ഓതാണ്ടായിട്ടുണ്ടാവും ഒരു സമയത്ത്. നല്ലോണം ഉണ്ടാവില്ലേ? അപ്പൊ അതാ 6000 ഖത്മ ഓതി തീർത്ത മഹദി ഖബറിലേക്ക് നോക്കി ജീവിക്കുകയാണ്. ആ ഖബറിലെ വെളിച്ചത്തിന് വേണ്ടി മഹദി ചെയ്ത ഇബാദത്ത് അതാണ്. അതുകൊണ്ട് മുഅ്മിനേ, ഖബറിൽ സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കപ്പെടണമെങ്കിൽ നിസ്കാരമാണ്, ഖുർആൻ പാരായണമാണ്, ദാനധർമ്മമാണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരണത്തോടെ ജീവിക്കല ഈ 4 ഔഷധമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിട പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരട്ടെ. ബനൂ ഇസ്രായേൽക്കാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവമാ, സഹീഹായ ഹദീസിൽ വന്ന സംഭവമാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബത്തിന് പറഞ്ഞു പഠിപ്പിക്കുന്നു. ഓ സ്വഹാബാ, ബനൂ ഇസ്രായേൽക്കാരുടെ കാലഘട്ടത്തില് ആകെ കൂടെ ഒരു വരൾച്ചയുണ്ടായി, വെള്ളമില്ലാതെ കഷ്ടതയിലായി. കഷ്ടപ്പാടും പരീക്ഷണങ്ങളൊന്നും നമ്മളിപ്പോ പറയേണ്ടതില്ലല്ലോ. ഏകദേശം ഒരു 5-8 വർഷമായി നമ്മൾ മണ്ണിടിച്ചിലും ആകെ കൂടെ മറ്റേ മണ്ണ് താന്നു പോകലും കിണർ മൂടലും കൊറോണയും ഒക്കെ കൂടെ ആയിട്ട് കെട്ടിയ വലയാണ്. ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ കൊറോണ കാലത്ത് എഴുതിയത് ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്. അരി തീർന്നു പോകുമോ എന്ന് സർക്കാർ ഭയപ്പെടുന്നു. അരി തീർന്നു പോകുമോ? എല്ലാവരും അന്ന് എന്ത് ചെയ്തു? ഇഷ്ടം പോലെ അരി പേരുടെ ഉള്ളിലാണ് പൂത്തി വെച്ചു. എന്താ കാരണം? പടച്ചത് തീർന്ന കഴിഞ്ഞില്ലേ കഥ. അത് മനുഷ്യനല്ലേ അങ്ങനെയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞതായിട്ട് വലിയ വിഷയമാണ്. അതാണ് അള്ള പിടിക്കാൻ കരുതിയാൽ അതൊരു പിടുത്ത, അത് 1.5 പിടുത്തായിരിക്കും. ബനൂ ഇസ്രായേൽക്കാരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടപ്പോ കാലഘട്ടത്തിലെ പ്രവാചകനോട് അവർ ചെന്ന് പ്രശ്നം ഉന്നയിക്കുകയാണ്. ഞങ്ങൾക്കിതിനൊരു പരിഹാരം വേണം, അങ്ങൊന്ന് ദുആ ചെയ്യണേ, അങ്ങ് അല്ലാഹുവിനോട് പറയണേ. ആ പ്രവാചകന്റെ നേതൃത്വത്തിൽ ദുആ നടക്കുകയാണ്, പ്രാർത്ഥന നടക്കുകയാണ്. അല്ലാഹുവേ, ഈ നാടിന് നീ മഴ നൽകണേ അല്ലാ. കൃഷിയൊക്കെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്, കന്നുകാലികൾ പ്രയാസപ്പെട്ടിരിക്കുകയാണ്, നാടാകെ വരണ്ടുണങ്ങിയിരിക്കുകയാ. അള്ളാഹുവിന്റെ മഴ എപ്പോഴാ നിൽക്കലെന്നറിയുമോ? അള്ളാഹുവിന് ആ ഉമ്മത്തിനോട് ജനതയോട് കോപം വന്നാൽ, ദേഷ്യം വന്നാൽ, കയ്യിലിരിപ്പ് മോശമായാൽ അള്ളാഹു കോപിച്ചാൽ ചെയ്യുന്നതാണ് ആകാശത്തിന്റെ കവാടം പൂട്ടിയിടും. എന്തേ കാരണം? ഖുർആനിൽ മഴയെ സംബന്ധിച്ച് പറഞ്ഞൊരു വാക്ക് റഹ്മത്ത് എന്നാണ്, കാരുണ്യമെന്നാ. മഴയില്ലാതെ അള്ളാഹു പിടിച്ചു നിർത്തല്, അള്ളാഹു കോപിക്കുമ്പോഴാ, അള്ളാഹു പ്രയാസപ്പെടുമ്പോഴാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മഴയില്ലാതെ നിർത്തിയപ്പോൾ ഈ പ്രവാചകന്റെ നേതൃത്വത്തിൽ ദുആ നടക്കുകയാണ്. അങ്ങനെ ദുആ ചെയ്തു. എന്താ ഞാൻ ഈ പറയണത്? നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ദുആ ചെയ്യുക, സദഖ ചെയ്യുക, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എത്രയോ കേട്ട കാര്യമാണെങ്കിലും നിയ്യത്ത് നന്നായി അത് ചെയ്താൽ അതിന്റെ ഫലം വളരെ വലുതാണ്.
അള്ളാഹുവിന്റെ ആ പ്രവാചകന് ദുആ ചെയ്തപ്പോ അതാ അങ്ങകലെ ഒരു നാടിൽ മേഘം ഉരുണ്ടുകൂടുകയാ. ദുആ സദസ്സിൽ പങ്കെടുത്ത എല്ലാവരും ആകാശത്തേക്ക് പ്രതീക്ഷ വെച്ച് നോക്കുകയാ. ആകാശത്ത് മേഘം അങ്ങനെ ഉരുണ്ടുകൂടുകയാ. വിലയില്ലാതെ നിലയില്ലാതെ ആവശ്യത്തിന് മഴ കിട്ടി വരുമ്പോൾ ആകാശത്ത് നമ്മളത് നോക്കിക്കൊള്ളണമെന്നില്ല. എല്ലാ പ്രതീക്ഷകളും മറ്റു സമയത്ത് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കണ്ണുയർത്തുമ്പോ നമ്മളതിന്റെ വില മനസ്സിലാക്കും. അങ്ങനെ ഉരുണ്ടുകൂടുന്ന കാർമേഘമതാ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഇങ്ങനെ നീങ്ങി പോകുകയോ. ഇത് നിൽക്കുന്ന എല്ലാവരും കാണുന്നുണ്ട്, ദുആ സദസ്സിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പോയി അവിടെ അതോ മഴ വർഷിക്കുകയോ. ഇത് ഏതെങ്കിലും ഒരു കഥയല്ല, ഇത് ബുഖാരി ഉദ്ധരിച്ച സഹീഹായ ഹദീസാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു സമുദായത്തിന് പഠിപ്പിച്ചതാ. ആ മഴ വർഷിക്കുന്നത് കണ്ടിട്ട് ഈ ദുആ സദസ്സിൽ പങ്കെടുത്ത എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ട് ഞങ്ങളെ നാട്ടിൽ മഴ പെയ്തില്ല? എന്തുകൊണ്ട് എന്റെ കൃഷിയിടത്തിൽ മഴ പെയ്തില്ല? എന്തുകൊണ്ട് എന്റെ കിണറിൽ മഴ പെയ്തില്ല? എല്ലാവരും അത്യത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാ. അങ്ങനെ ആ മനുഷ്യനെ അന്വേഷിച്ചു പോയി. ആ മനുഷ്യനോട് ചോദിച്ചു, ഓ മനുഷ്യ, നിങ്ങളുടെ സ്ഥലത്ത് മാത്രം മഴ പെയ്യാൻ എന്താ കാരണം? എന്തുകൊണ്ടാണ് അല്ലാഹു നിങ്ങളെ ഇതിന് തെരഞ്ഞെടുത്തത്? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, അദ്ദേഹത്തിന് എടുത്തു പറയാൻ പറ്റുന്ന ഓരോരുത്തർക്കും അങ്ങനെ പ്രത്യേകം ചില അമലുകൾ ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു അമലിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാ. അദ്ദേഹം അവരോട് മനസ്സ് തുറക്കുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞു കടന്നിരുന്ന ആ രഹസ്യമായ അമല് ആ നാടിന്റെ ഒന്നടങ്കം ആവശ്യമായപ്പോൾ തുറക്കാതെ രക്ഷയില്ല. ഇത് അങ്ങാടി പാട്ടായി അദ്ദേഹം കൊണ്ടുപോയിട്ടില്ല, ആരും അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രവാചകന്റെ നേതൃത്വത്തിൽ ഒരു ഉമ്മത്ത് ഒന്നടങ്കം ചോദിക്കുകയാണ്, മനുഷ്യ നീ പറയണേ, എന്തുകൊണ്ടാണ് നിന്റെ കൃഷിയിടത്തിൽ മാത്രം മഴ പെയ്തത്? എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം മഴ പെയ്തത്? അതിന്റെ കാരണമെന്ന് പറഞ്ഞു തരണേ. ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന നന്മകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. ആ രഹസ്യം അദ്ദേഹം തുറന്നു പറയുകയാ. ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസിലൂടെ നബി സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാ. ഇതിൽ ഖിയാമത്ത് നാൾ വരെ മുഅ്മിനീങ്ങൾക്ക് പാഠമുണ്ട്. ആ മനുഷ്യൻ പറയുന്നു, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ കൃഷിയിടത്തിലേക്ക് വിത്തിറക്കുമ്പോ, ഞാൻ എൻ്റെ കൃഷിയിടത്തിലേക്ക് തുടക്കം കുറിക്കുമ്പോ എൻ്റെ മനസ്സിൽ ഞാൻ സ്വകാര്യമായൊരു ദീയത്ത് ചെയ്യാറുണ്ട്, ഒരു കരുത്ത് വെക്കാറുണ്ട്. അത് അങ്ങാടി പാട്ടാക്കി ഞാൻ പറയാറില്ല. എൻ്റെ മനസ്സിന്റെ ശക്തി അല്ലാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ കരുതുന്നൊരു കാര്യമുണ്ട്. ഈ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന വിളയുണ്ടല്ലോ, ഇതിൽ നിന്നൊരു നിശ്ചിതമായ ശതമാനം, ഒരു നിശ്ചിതമായ വിഹിതം ഈ നാട്ടിലെ പാവങ്ങൾക്ക്, അർഹതപ്പെട്ട ആൾക്കാർക്ക് ഞാൻ കൊടുക്കുമെന്നാണ്. അങ്ങനെ വർഷങ്ങളായി ഞാൻ ആരോടും പറയാതെ ചെയ്തു പോരാറുണ്ട്, അല്ലാതെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാഹുവിന്റെ കോപിച്ച് നിൽക്കുന്ന അല്ലാഹുവിന്റെ ദർബാറിന്റെ കാരുണ്യത്തിന്റെ കവാടം ഒരു ഉമ്മത്തിന്റെ ജനതയ്ക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടപ്പോ ജനങ്ങളുടെ തിന്മകളെ കൊണ്ട്, അനിഷ്ട സ്വഭാവങ്ങളെ കൊണ്ട്, അനാവശ്യ പ്രവണതകളെ കൊണ്ട്, ജീവിതത്തിന്റെ വഴിവിട്ട സഞ്ചാരം കൊണ്ട് ഏക ഇലാഹായ രാജാതിരാജനായ തമ്പുരാനെ കോപിച്ചാൽ ആ കോപത്തിനെ തുറക്കാൻ സ്വാലിഹീങ്ങളുടെ ദുആ വേണം, നല്ലവരുടെ പ്രാർത്ഥന വേണം, അത് കൂട്ടമായി ദുആ ചെയ്യണം. അതിന് ഇജാബത്ത്, ഉത്തരം കിട്ടാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് ദുആ ചെയ്തതാ, ഉത്തരം വന്നതാ. പക്ഷേ ലോകം ഭരിക്കുന്ന രാജാതിരാജനായ തമ്പുരാൻ ആ കാരുണ്യത്തിന്റെ കവാടം തുറക്കാൻ ഭൂമി ലോകത്ത് നിന്ന് തെരഞ്ഞെടുത്തത് അവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യന്റെ കൃഷിയിടമാ. അല്ലാഹുവിന്റെ കോപം അവിടെ ഇട്ടേച്ച് മാറുകയാ. അല്ലാഹു സ്നേഹത്തോടെ നോക്കുകയാ. അല്ലാഹു ഉമ്മത്തിന് കാരുണ്യം നൽകുകയാ. എങ്ങനെയാണ് സംഭവിക്കുന്നത്?
സംഭവിച്ചത്? അദ്ദേഹം പാവങ്ങൾക്ക്, അർഹതയുള്ളവർക്ക്, ഇല്ലാത്തവർക്ക് പ്രധാനപ്പെട്ട ഇടങ്ങളില് മഹത്വമേറിയ കാര്യത്തിലേക്ക് ചെലവഴിക്കാൻ, സദഖ ചെയ്യാൻ അദ്ദേഹം നിയ്യത്ത് വെച്ചപ്പോ, ദാനധർമ്മം കൊടുക്കാൻ അദ്ദേഹം നിയ്യത്ത് വെച്ചപ്പോ, ഒരു മനുഷ്യൻ കുടുങ്ങുമ്പോൾ, ഒരു മനുഷ്യൻ പ്രയാസപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യം തുറക്കാൻ സദഖ ഏറെ കാരണമാണ്. അത് ഇൽമിന്റെ വഴിയിലായാലോ, ലോകത്തൊരു മുസ്ലിം ചെയ്യുന്ന സദഖകളില് ഏറ്റവും ഉന്നതമായത് അത് ഇൽമിന്റെ വഴിയിലാ, അത് ആലിമിന്റെ വഴിയിലാ, അത് സ്വാലിഹിന്റെ വഴിയിലാ. ഖബറിലാ നമ്മൾ കടക്കണത്, കഥ മറക്കരുത്. ഖബറിൽ കിടക്കുന്ന മയ്യത്തിന് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടേണ്ടതുണ്ടല്ലോ. ഈ സദസ്സ് പിരിയുന്നതിന്റെ മുമ്പ് നമ്മൾ മരണപ്പെട്ടു പോകുമോ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അങ്ങകലെ ബംഗളൂരിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സഹോദരൻ വഴിയിൽ വെച്ച് മരണപ്പെട്ടില്ലേ? ഇങ്ങനെ മരണം നമ്മളെ പിടികൂടുമ്പോ, ഖബറിൽ നമ്മൾ എത്തുമ്പോ അതിന്റെ കവാടം തുറക്കപ്പെടാതെ നിന്നാൽ, ആ സ്വർഗം തുറക്കാതെ നിന്നാൽ, അതിനേക്കാൾ വലിയ പ്രതിസന്ധി ഒരു മനുഷ്യൻ നേരിടുന്നത് പിന്നെ എപ്പോഴാ പിന്നെ ആരും സഹായിക്കാനില്ല. നമ്മൾ നടന്നു പോരുന്ന ചവിട്ടടിയുടെ, ചെരിപ്പടിയുടെ ശബ്ദം പോലും ഖബറിലുള്ള ആള് കേൾക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുങ്ങിയാൽ നമുക്ക് അല്ലാഹു തന്ന സാമ്പത്തികമായ ശേഷിയിൽ നിന്ന് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, നമുക്ക് എന്താണോ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന സമ്പത്ത് എന്താണോ അതിൽ നിന്നൊരു അല്പം നമ്മളങ്ങ് നൽകിയാൽ, ഇഖ്ലാസോടെ നൽകിയാൽ, അത് നിയ്യത്തിന്റെ ശക്തിയോടെ കൊടുത്താൽ, നാളെ ഖബറിൽ അതിന്റെ വെളിച്ചം വരും, അതിന്റെ പ്രതിഫലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെ ഖബറിൽ നിന്ന് സ്വർഗത്തിലേക്ക് തുറക്കപ്പെടാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മറ്റൊരു കാര്യം അത് തസ്ബീഹാണ്. തസ്ബീഹ് കേൾക്കുമ്പോൾ വളരെ എളുപ്പം. തസ്ബീഹ് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? തസ്ബീഹ് ഇല്ലാത്ത ഒരു കാര്യം, ദിക്ർ ഇല്ലാത്തൊരു കാര്യം മുഅ്മിനിന്റെ ജീവിതത്തിൽ ഇല്ല. നിസ്കാരം, ഫാത്തിഹ ഓതുക നൃത്തത്തിൽ. അവിടെ കുറെ ദിക്റുകളുണ്ട്. അല്ലാഹു അക്ബർ, വജ്ജഹതു, ഇതൊക്കെ ദിക്റാ. ഫാത്തിഹ ഓതി റുകൂഇലും സുജൂദിലും ഒക്കെ തസ്ബീഹുകളാണ്. എന്തുകൊണ്ടാ തസ്ബീഹ് ചൊല്ലാൻ? അത് സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ, ഖബറിൽ നിന്ന് ഉപകരിക്കുമെന്ന് ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ കാരണം അത് തസ്ബീഹ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താ തസ്ബീഹ്? തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തി പറയുക, പരിശുദ്ധനാക്കൽ എന്നർത്ഥം. തസ്ബീഹ് അല്ലാഹുവിനെ പരിശുദ്ധനാക്കൽ. അത് അവിടെ തെറ്റാ. അല്ലാഹുവിലേക്ക് ചേർത്തിയിട്ട് പരിശുദ്ധനാക്കൽ എന്ന് പറയാൻ പറ്റും. കാരണം അള്ളാഹിനെ നമ്മൾ പരിശുദ്ധിയാക്കിയിട്ട് വേണ്ട, അള്ളാഹ് പരിശുദ്ധനാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആ പദം അങ്ങനെ ഉപയോഗിച്ചത്? ആ പദത്തിന്റെ ഉപയോഗത്തിലുള്ള അർത്ഥം കുറച്ചൊരു മനസ്സിലാവും. അതിന്റെ അർത്ഥം അല്ലാഹുവേ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് സുജൂദിൽ ഒരു മനുഷ്യൻ തസ്ബീഹ് ചൊല്ലുന്നു, റുകൂഇൽ ചൊല്ലുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് തസ്ബീഹ്. ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയം സുജൂദിലാ. അറബിയിൽ എത്ര വേണമെങ്കിലും ദുആ ചെയ്യാൻ പറ്റുമെന്നാണ് നിസ്കാരത്തിൽ, മറ്റു ഭാഷകളിൽ പറ്റൂല. സുജൂദിൽ തസ്ബീഹും ദുആകളൊക്കെ നടത്താം. അങ്ങനെ ദുആ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് അല്ലാഹു ചൊല്ലാൻ നമ്മളോട് പ്രത്യേകം സുന്നത്താക്കിയത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. മക്കളെ തങ്ങൾ വന്നോ? വരുന്നുണ്ടല്ലേ? അതാണ് നമ്മൾ കൊണ്ടുപോകണല്ലോ, സമയം പോകല്ലേ. അപ്പൊ ഞാൻ പെട്ടെന്ന് ചുരുക്കാതെ തങ്ങൾ വരുന്നുണ്ട്. എന്താണ് ചുരുക്കം പറഞ്ഞാലേ അത് ഇത്രയേ ഉള്ളൂ. എന്താണത്? ഞാനങ്ങനെ പിടിച്ചാ പിന്നെ അങ്ങനെ പോകും. അപ്പൊ ഞാൻ കൺക്ലൂഷൻ
അബ്ലൂഷൻ ചെയ്യാം. എന്താ സംഭവം? നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ അത് ചെല്ലാൻ പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ മനസ്സ്, ആത്മാവും ശരീരവും ഒക്കെ റബ്ബേ വേണ്ട വൃത്തികളിൽ നിന്ന് നീ ശുദ്ധമാക്കി തരണേ എന്നാ സുജൂദിൽ പറയുന്നത്. എന്നാണ് നമ്മൾ സുജൂദിൽ പറയുന്നത്. ഉന്നതനായ എൻ്റെ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറയുമ്പോ നമ്മൾ ആത്മാർത്ഥമായി മനസ്സിൽ കരുതണേ, എന്റെ കളങ്കമായ ഹൃദയത്തിന് പരിഹാരം നൽകണേ അല്ലാ. കുനിട്ടില്ലാത്ത, പോരില്ലാത്ത, അസൂയയില്ലാത്ത, അഹങ്കാരമില്ലാത്ത മനസ്സെനിക്ക് നൽകണേ അല്ലാ എന്നാണ് ആ ചെല്ലുന്നത്. അങ്ങനെ ഒരാളായാൽ ഓൽക്കല്ലാതെ ആർക്കാ പിന്നെ ഖബറിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുക? അതാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മഹാനായ ചൊല്ലാൻ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞിട്ട് തൊലയ ചൊല്ലാൻ നിൽക്കുന്നത്, ഇതൊന്ന് കേൾക്കും. മഹാനായ സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഖുതബായിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനും ഒരുപാട് ആത്മീയ സദസ്സുകൾക്കും ഒരുപാട് പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന മഹാനായ സയ്യിദ് അവറുകൾ. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ്, പറയാൻ സമയമില്ല. മഹാനവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു